അപ്പോൾ അത് അദ്ദേഹം അർഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയുന്നത് ഇപ്പം ഈ നടക്കുന്ന സംഭവ വികാസങ്ങളും ഈ പരാതികളും അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പരിപാടികളൊക്കെ ഷാഫിക്കും അറിവുണ്ട്, ഷാഫിയുടെ അറിവോട് കൂടിയിട്ടാണ്. ഷാഫിയുടെ അറിവ് കൂടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹം സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ്, ശ്രീ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ശ്രീ ഷാഫി പറമ്പിൽ പറയട്ടെ, ഞാൻ ആ തെളിവ് കാണിക്കാം. അല്ലൊരു ക്രിമിനൽ കുറ്റം കൂടിയല്ലേ അങ്ങനെയാണെങ്കിൽ? കാരണം സംഘടനയ്ക്കുള്ളിൽപ്പെട്ട പരാതിയാണെങ്കിൽ പോലും അല്ല, നമ്മുടെ പരാതികൾക്ക് അത്ര പ്രാധാന്യം നൽകുന്നില്ല. അതിനേക്കാൾ അദ്ദേഹം ചിലപ്പം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ വിശ്വസിച്ച് കണ്ടേക്കാം. പക്ഷെ ഒരു സ്ത്രീ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ അതല്ലെങ്കിൽ ശ്രീ ഷാഫി പറമ്പിലിനോ ഒരു കളങ്കമേൽക്കില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മെസ്സേജിലൂടെ അല്ലാണ്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ ഷാഫിനോട്? ഇല്ല, മെസ്സേജിലൂടെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നേരിട്ട് പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ മുതിർന്ന നേതാക്കളും ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല. കാരണം ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ ഗാർഡിയൻ എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ MLA ആണ്. അന്നുമായിരുന്നു, ഇപ്പോഴുമായിരുന്നു. അപ്പം ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ഒരു രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം MLA ആയിട്ടുള്ളതും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ളതും. അതിലൊന്നും ഒരു തർക്കവുമില്ല എന്ന് ഞാനടക്കമുള്ള എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം. പിന്നെ അവർ പ്രതികരിക്കുമായിരിക്കും, അത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്.